സുഹൃത്തുക്കളെ, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്നാപ്സ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിംഗ് നരേഷൻ ആൻഡ് ആക്ടിംഗ് പ്രാക്ടീസ് തുടരുകയാണ്. 1606 നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ ജന്തർ മന്തർ സമരത്തിന്റെ വിജയാഹ്ലാദം നിൽക്കുമ്പോൾ തന്നെ ഒരു ഇരുണ്ട ഒരു അന്തരീക്ഷം അപ്പുറത്തുണ്ട്. ഈ ഫാസിസം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ പല നീക്കങ്ങളും. അത് നമുക്കറിയാം, ചരിത്രത്തിൽ നിന്ന് തന്നെ അറിയാം. നുണ പറഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ ജന്തർ മന്തർ സമരം വിജയിക്കുന്നു. മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര ധവാൻ രാജിവെക്കുന്നു. സമരത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെയൊന്നും കേസുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഒറ്റയടിക്ക് നമുക്കെല്ലാം വിഴുങ്ങാൻ പറ്റാത്ത രീതിയിലാണ് പിന്നീട് വരുന്ന സംഭവങ്ങൾ വരുന്നത്. SFIയുടെ പിള്ളേർക്കെതിരെയും CJP, ഈ കോക്രോച്ച് പാർട്ടി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന യുവാക്കൾക്കെതിരെയൊക്കെയുള്ള കേസുകൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ വരുന്നത്. സമരം മുന്നോട്ട് പോകും. നമ്മളെ കവികള്, എന്നെ സംബന്ധിച്ച് നാടകക്കാരനും കവിയായിട്ടുള്ള ചാക്കോടി അന്തിക്കാട്, എനിക്ക് ഇതിൻ്റെ അകത്ത് ഐക്യദാർഢ്യം ഈ മാനവരാശിയുടെ വിമോചന പോരാട്ടങ്ങളോടാണ്. നമുക്ക് ലോക ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ചിന്തിക്കുന്നവരും അല്പം മാനവികത ഉള്ളവരൊക്കെ അതിനെയാണ് സപ്പോർട്ട് ചെയ്യുക. ഫാസിസത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഏകാധിപത്യത്തെ ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരാശി തന്നെ നിലനിൽക്കുന്നത്. ഈ 650 കോടി മനുഷ്യർ നിൽക്കുന്നത് അതിന്റെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ജനാധിപത്യത്തിന്റെ അതിന്റെ വൈവിധ്യവും വൈരുദ്ധ്യങ്ങളും എങ്ങനെ ഒക്കെ പരിഹരിക്കപ്പെടുമെന്നുള്ള രീതിയിലാണ്. അതിന്റെ ഒരു അന്വേഷണം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും അടിമകളായി നിന്നാൽ മതി, ഞങ്ങൾ കുറച്ച് പേര് ഭരിച്ചുകൊണ്ട് എന്ന് കോർപ്പറേറ്റുകളും കുറച്ച് ഏകാധിപതികളും വർഗീയവാദികളും വംശീയവാദികളും പ്രാന്തന്മാരും അന്ധവിശ്വാസികളും പറഞ്ഞുകൊണ്ടിരിക്കും. ആ അന്ധവിശ്വാസികളായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇതുവരെ നേടിയ നേട്ടങ്ങളൊക്കെ എടുത്ത് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. പഴയ കാലത്തെ നമ്മുടെ ആദ്യകാലത്ത് പച്ചമാംസം തന്നെ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രോഗ്രസീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ തന്നെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുള്ളപ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ധാരാളം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെയാണ് ലോക സമര ചരിത്രം മുന്നോട്ട് പോയിട്ടുള്ളത്. വർഗസമരത്തിന്റെ ചരിത്രമാണെന്ന് പറയുമ്പോൾ അധ്വാനിക്കുന്ന വർഗവും അടിമ പിന്നെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പിന്നെ മുതലാളിത്ത വർഗവും അങ്ങനെയുള്ള ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും മാത്രമല്ല, സാംസ്കാരിക മണ്ഡലത്തിൽ ഉള്ള അതിൻ്റെ അകത്തുള്ള ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള അധ്വാനം, ഒരു ഫിലോസഫിക്കലായിട്ടുള്ള അധ്വാനം, ഒരു ഈസ്തറ്റിക്കലായിട്ടുള്ള അധ്വാനമുണ്ട്. ആ അധ്വാനത്തെ തിരിച്ചറിയുന്നവരും അത് അല്ലാത്തവരും തമ്മിലുള്ളൊരു വർഗസമരമുണ്ട്. അപ്പോൾ ആൾത്തോസറൊക്കെ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞ് ISA എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ കൊണ്ടുവരുന്നത്, സ്റ്റേറ്റ് പലപ്പോഴും ഈ ഐഡിയോളജി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ അടിമകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെതിരെ സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യർ പോരാടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്വാതന്ത്ര്യവും അസ്വാതന്ത്ര്യവും തമ്മിലുള്ള പോരാട്ടം കൂടിയുണ്ട് ഇതിനകത്ത്. ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള പോരാട്ടമുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ കൂലി വില ലാഭം മാത്രം ട്രേഡ് യൂണിയന്റെ യുക്തിയിൽ മാത്രമല്ലല്ലോ കാര്യങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഐഷി ഘോഷ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ ഇതുകൾ, SFIയുടെ ഉജ്ജ്വല നേതാവാണ് ഐഷി ഘോഷ്. അപ്പോൾ ഐഷി ഘോഷ് എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ, ധീര സഖാവിനെ എങ്ങനെ പോലീസ് വേട്ടയാടുന്ന ഒരു എക്സാമ്പിളാണത്. ഞങ്ങൾ ഐഷി ഘോഷിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബാധകമാണെന്നുള്ളൊരു മുന്നറിയിപ്പാണ്. അത് AK സെന്ററിൽ ജോൺ ബിട്ടാസും MA ബേബിയും ഒക്കെ കൂടി അതിന് തൽക്കാലം ചെറുത്തുനിന്നെങ്കിലും ഐഷി ഘോഷ് അത് ഒരു ഉജ്ജ്വല പ്രതീകമാണ്. റാണി ലക്ഷ്മിബായിയുടെയും റോസ ലക്സംബർഗുമാരുടെയും നമ്മുടെ പിന്നെ ഗൗരി ലങ്കേഷ് മാരുടെയൊക്കെ എല്ലാം ചേരുന്ന സമര പോരാട്ടത്തിന്റെയും ചോദ്യം ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു പ്രതീകമാണ് ഐഷി ഘോഷ് എന്ന് പറയുന്നത്. ഈ ഐഷി ഘോഷിനെ വേട്ടയാടുന്നതിലൂടെ ഒരു മണമാണ് ഇവിടെ വരുന്നത്. ഫാഷിസം അങ്ങനെ പെട്ടെന്ന് തലകുനിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ജനാധിപത്യം ഉയർത്തിപ്പിടിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ സ്നാപ്പ് 1607 സ്നാപ്പാണ്. ഇന്ന് മുതൽ നമ്മൾ ഒരു 101 സ്നാപ്പ് ചെയ്യുന്നുണ്ട്. K ജയകുമാറിന്റെയും സച്ചിദാനന്ദ മാഷിന്റെയും ഡോക്ടർ ശ്രീ രാവുണ്ണിയുടെയും ശ്രീ ഗുരുപുര ശ്രീകുമാറിന്റെയും PN ഗോപീഷിന്റെയും EG മാഷിന്റെ അങ്ങനെ കുറേയധികം കവികളുടെ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീജ വിധു, ജിൻസി സന്തോഷ്, റിബ പോൾ, അങ്ങനെ മിനി സുരേഷ്, ടീം മുല്ലനയിലുള്ളവരും കാവിശികയിലുള്ള കവികളും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഓരോ മൂഡാണത്. അപ്പം കാവിശിക ഇറക്കിയ പുസ്തകം എന്നുള്ള രീതിയിൽ സ്റ്റെയിൻ ഓഫ് എഗണി, മണിപ്പൂർ അതിന് കലാപത്തിന്, അതിന് മണിപ്പൂർ ജനതയ്ക്ക് ഐക്യ ദാർഢ്യം പറഞ്ഞുകൊണ്ടുള്ള ചൂണ്ടുവിരലിന്റെ ഇംഗ്ലീഷാണ് സ്റ്റെയിൻ ഓഫ് എഗണി. അതിൽ ഇംഗ്ലീഷ് ചില കവിതകളുണ്ട്.
പിന്നെ വേഴ്സ് ദാറ്റ് ഡാൻസ് എന്ന് പറയുന്ന കാവിശികർക്ക് മറ്റൊരു പുസ്തകമുണ്ട്, കാവിശികയിലെ കവികളുടെ തന്നെ. അപ്പൊ അതിൽ നിന്നൊക്കെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ കവിതകൾ, അതുപോലെ തന്നെ കുരിപ്പുഴ ശ്രീകുമാറിന്റെ തന്നെ നഗ്ന കവിതകൾ ചിലത്, പല രീതിയിൽ ഈ സ്നാപ്പിനെ നമ്മൾ ഓഗസ്റ്റ് 15 വരെ കൊണ്ടുപോവാണ്. സ്നാപ്സ് ചാക്കോടി അന്തിക്കാട്, അതിലാണ് ഇത് ഇടുന്നത്. സബ്സ്ക്രിപ്ഷനൊക്കെ ഒരുപാട് കുറവാണ്. നിങ്ങൾ വിചാരിക്കണം, ഞാൻ എൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നല്ല BP ഒക്കെയുള്ള ഹൈ BP-യിലൊക്കെ നിൽക്കുന്നു, മരുന്ന് കഴിക്കുന്നു, അതിൻ്റെ ഒരു നീർക്കെട്ട് വരുന്നു. ഓഫ്ലൈനിൽ ഇപ്പം ചില പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്, തെരുവിലൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിംഗ് നരേഷൻ, ഈ ഇരുന്നുള്ള ഈ പ്രയോഗം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീടിനകത്ത് തന്നെ നമ്മൾ വീടിനെ തന്നെ ഒരു സമാന്തര വീടായിട്ട് മാറ്റുന്ന, ഒരു സമാന്തര നാടക വേദിയാക്കി മാറ്റുന്ന രീതിയാണ് ഈ സ്നാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ 101 സ്നാപ്പുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് ആണ് ഇന്ന് ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള 16-17 ദിവസം നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള കവിതകളോട് പോകണം. ആദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണ് സ്നാപ്പ് നമ്പർ 1607 നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ലോകത്തിലെല്ലാ നീതിബോധത്തിന് വേണ്ടിയിട്ടുള്ള, നൈതികതയ്ക്ക് വേണ്ടിയിട്ടുള്ള, ലോക സമാധാനത്തിന് വേണ്ടിയുള്ള, യുദ്ധവിരുദ്ധമായിട്ടുള്ള, വർഗീയവിരുദ്ധം, വംശീയവിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഏത് സമരത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏത് സമരത്തിന്റെ കൂടെ ഐക്യദാർഢ്യമാണ് മരണം വരെ എന്നുള്ളതാണ്. അത് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ യുവത്വമാണ് നമുക്ക് സ്വാമികാനന്ദനെ ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്ന അയേൺ വില്ലും പിന്നെ ഒരുക്കും ഇതും വേണം, മുഷ്ടികളും വേണം, മനസ്സിൽ അയേൺ വില്ല് വേണം എന്നൊക്കെ പറയുന്ന ആ വാക്കിന്റെ ഒരു പ്രയോഗമാണ് ഇപ്പൊ ഈ അടുത്ത് നടന്നത്. ഈ സ്വാമികാനന്ദനെ നെഗറ്റീവായിട്ട് സംഘപരിവാർ RSSകാരും കൊണ്ടുപോയിരിക്കാം. പക്ഷെ നമ്മള് ഈ അവകാശ പോരാട്ടങ്ങൾ വെക്കുന്ന വിദ്യാർത്ഥികളും യുവജന സംഘടനകളും ലക്ഷോപലക്ഷമുണ്ട്. ആ യുവജന സംഘടനകൾ യുദ്ധവിരുദ്ധ ക്യാമ്പയിനായിട്ട് നാളെ മുന്നോട്ട് വരികയാണെങ്കിൽ ലോകത്തിലെ എല്ലാ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സപ്പോർട്ട് കിട്ടും. തീർച്ചയായിട്ടും തൊഴിലില്ലായ്മ പോലെയുള്ള വിഷയങ്ങൾ ലോകവ്യാപകമായിട്ട് വ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യുദ്ധ വിരുദ്ധ ക്യാമ്പയിന്റെ കുറവാണെന്നുള്ള കൂടിയിട്ട്. ഈ യുദ്ധത്തിന്റെ ആയുധങ്ങൾക്ക് വേണ്ടി കോടി രൂപ ചെലവാക്കുന്നു. എത്ര പ്രൊഡക്റ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം. അങ്ങനെ ലോകത്തിന്റെ ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതിന്റെ പുറകിൽ പോലും യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കാശ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ അത് റിട്ടേൺ ഇല്ലാതെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കപ്പെടുന്നതിന്റെ കൂടി എനർജിയുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ സമരം നാളെ അതിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മൾ ഉയർത്തിപ്പിടിക്കണം. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് തന്നെയാണ് അതിനകത്തെല്ലാം ഉണ്ടെന്നുള്ളത്. ജനാധിപത്യമുണ്ട്, വിശ്വാസ സംരക്ഷണമുണ്ട്, അവകാശ സംരക്ഷണമുണ്ട്, ജീവിത സംരക്ഷണമുണ്ട്. ഇതിനെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്തേ പറ്റൂ. ജനാധിപത്യം ഇല്ലെങ്കിൽ പിന്നെ ഈ വസന്തം ഋതുക്കൾ മാറിയിട്ട് വലിയ കാര്യമില്ല. മനുഷ്യരെല്ലാം നരകയാതനയില് അടിമപ്പണി പോലെ, അടിമകളെ പോലെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് മഴ പെയ്തിട്ടും കാറ്റൂതിയിട്ടും വെയിൽ വന്നിട്ടും പൂക്കൾ വിരിഞ്ഞിട്ടും വസന്തമുണ്ടായിട്ടും ശരത്കാലമുണ്ടായിട്ടും വിളവുകളുണ്ടായിട്ടും എന്ത് കാര്യം? ഭയന്ന് ജീവിക്കുന്ന ഒരു ജനത, നേച്ചറിന്റെ കൊടുങ്കാറ്റ് കണ്ട് അതിനതിജീവിച്ച ജനത, നേച്ചറിന്റെ ഭൂമിക്കുലുക്കത്തെ സുനാമി അതിജീവിച്ച ജനത, മഹാമാരി അതിജീവിച്ച ജനത, മഹാമാരിയേക്കാളും ഭീകരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ അവരുണ്ടാക്കുന്ന ആയുധങ്ങൾ വെച്ചുള്ള അവരുടെ ഭയത്തിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ജനതയാണ് ഉണ്ടാകേണ്ടത്. ആ ജനതയുടെ
അതിന്റെ മുന്നേറ്റത്തിനുള്ള ഊർജമാണ് ജന്തർ മന്ദർ ഈ പറഞ്ഞ CJPയും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും. അതിനകത്ത് ഈ വർഗീയ പാർട്ടികളുടെ ABP പോലുള്ള സംഘടനകളാണ് നിഷ്ക്രിയരായിരിക്കുന്നത്. അവരിന്ന് നിഷ്ക്രിയരായിക്കൊണ്ടിരിക്കും. KSU ഒരു ഇരട്ടത്താപ്പ് നയമാണ്. പക്ഷെ SFIയുടെ ഗംഭീരമായ, DYFIയുടെ ഒക്കെ ഏറ്റവും ഗംഭീരമായ ഐക്യദാർഢ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കർഷകരടക്കം സമരത്തിലേക്ക് വരുന്നു. ഇനിയും സമരങ്ങൾ ഉണ്ടാവും. സമരങ്ങളിലൂടെ മാത്രമേ സാമൂഹ്യ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. സഹനത്തിലൂടെ അടിമത്വം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സഹനം എന്ന് പറയുന്നത് നാളത്തെ സമരത്തിനുള്ള അരണികടയലായി മാറണം. അതിന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ, നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനെ ആരും നശിപ്പിക്കാൻ ശ്രമിക്കാൻ പാടില്ല. അതിനെ വളം വെച്ചു കൊടുക്കരുത്. നമ്മൾ അതിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഓരോ സമരഭൂമിയിലും നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. സ്നാപ്പ് നമ്പർ 1607 ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരക്കാർക്കുള്ള ഐക്യദാർഢ്യമാണ്. ചാക്കോടി അന്തിക്കാട്, സ്നാപ്സ് ചാക്കോടി അന്തിക്കാട്. അതാണ് ഈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടമുള്ളത് കമന്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. നാളെ കാണാം.